നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അളിയൻ വലിയ ഒരാളാണെന്ന ഭാവമുണ്ട്. അത് ചുമ്മാതെ അളിയ എന്നെ കുറിച്ച് എന്താ കരുതിയേ? അളിയന് മാത്രമേ ഫോറിൻ മദ്യം കിട്ടുമെന്നാ ചിമിട്ടിക്കൊണ്ട് ഇരിക്കുന്ന കണ്ട വരി വരിയായിട്ട് വിജയകുമാറിന്റെ പട്ടാളം. ഇതൊക്കെ എവിടെ നിന്ന് കിട്ടിയ? എന്റെ അളിയ ഇതൊക്കെ എന്റെ ഭാര്യ എനിക്ക് വേണ്ടി വാങ്ങിച്ചു വെച്ചതാ. കാരണം എന്താ? അവളുടെ അന്തസ്സിനൊപ്പം ഞാൻ എത്തണ്ടേ. അളിയന്റെ പെങ്ങളുണ്ടല്ലോ, അവള് പാവാ. ചിലപ്പോ ഞാൻ ഇന്ദിരയെ കുറിച്ച് ചില വാക്കുകൾ മോശമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഇതോടെ അതെല്ലാം തീർന്നു. മണപ്പിക്ക് ഇത് അളിയാൻ കുടിച്ചിട്ടുണ്ടാ? കുടിക്കണമെങ്കിലേ അളിയൻ ഞൊട്ടും. ഇതിന് ലക്ഷങ്ങളാവില്ല, ലക്ഷം. എന്റെ ഭാര്യ എനിക്ക് സ്നേഹത്തോടെ വാങ്ങിച്ചു വെച്ച് സർപ്രൈസ് തന്നു. പാവം. അളിയമ്പാ, നമുക്ക് താഴേക്ക് പോവാം. താഴേക്ക് പോവാനാ? ഈ ചിമിട്ടന്മാരെ ചിമിട്ടികളെയും കൊണ്ട് എനിക്ക് മേലോട്ട് പോണം. അടിവെച്ച് മേളോട്ട് പോണം. മേളോട്ട് പോയി ഏതെങ്കിലും ഫ്ലൈറ്റിൽ കയറണം. അളിയനെ ഞാൻ സ്വർഗത്തിലെത്തിക്കാം. പിന്നെ ഇത് ചേച്ചി വാങ്ങിച്ചു തന്നാണെന്ന് ഉറപ്പല്ലേ? അതെ അളിയ, വാങ്ങിച്ചിട്ട് അവള് എനിക്ക് സർപ്രൈസ് തരാൻ വേണ്ടി ബെഡിന്റെ അടി കയറ്റി വെച്ചിരിക്കുന്നു. എന്നെ സർപ്രൈസ് ചെയ്യിക്കാൻ അളിയ മൂക്കിക്കണ്ടല്ലേ മനസ്സിലാവാത്ത പോലെ. എന്റെ അളിയ അവള് എനിക്ക് സർപ്രൈസ് തരാൻ വീട്ടിന്റെ അടി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു. പക്ഷേ ഈ ചിമിട്ടന്റെ ഏതോ ഒരു കുപ്പിയിലെ അടപ്പ് തുറന്നിരുന്നു. എന്റെ അയ്യോ, അതിൽ നിന്നൊരു മണം ഉണ്ടായിരുന്നളിയ. ഞാനേ മണത്ത് പിടിച്ചു. പിന്നെ ആദ്യം പണ്ട് ഇടയ്ക്ക് എനിക്ക് 1-2 പെക്ക് തന്നിട്ടുണ്ട്. അതിന്റെ നന്ദിയും കടപ്പാട് എനിക്കുണ്ടല്ലേ. കാലവിടെ ആളെ ഒരു കാര്യം ചെയ്, ഈ ചിമിട്ടന്മാരെ 5-6 പെക്ക് എടുത്തോ. എന്റെ വക ഫ്രീ. ഒന്നും വേണ്ട അളിയനെ, കുടിച്ചോ. എനിക്കാരെ ഔദാര്യം വേണ്ട. താങ്ക്സ് അളിയാ. വിട്ടൂല്ലടാ നിന്നെ. മുഴുവൻ ഞാൻ അകത്താക്കും. അതെ, ഒരു കാര്യം ഞാൻ നിങ്ങളോട് വ്യക്തമായിട്ട് പറയാം. രാത്രി ഒന്ന് മര്യാദയ്ക്ക് ഉറങ്ങാൻ പോലും ഈ വീട്ടിൽ എനിക്കൊരു സ്വസ്ഥത വേണം. അതിനിപ്പോ ഇവിടെ പ്രത്യേകിച്ച് എന്താ സംഭവിച്ചത്? ഇത്രയും നേരം അവന്റെ ബഹളമായിരുന്നു. ഇതെന്താ ബാറോ? മദ്യം കിട്ടിയില്ല എന്ന് പറഞ്ഞ് കുടിയന്മാര് വന്ന് ബഹളം ഉണ്ടാക്കാൻ. അതിനുള്ള അന്തസ്സേ ഈ വീടിനും കുടുംബത്തിനും കണ്ടിട്ടുള്ളൂ. ഡാഡി, ഇതൊക്കെ അവനും അവളും കൂടി കരുതി കൂട്ടി ചെയ്യുന്നതാ. അവന്റെ മുറിയിൽ നിന്ന് അവളല്ലാതെ വേറെ ആരും മദ്യം എടുക്കാനാ? അവക്കിപ്പോ എന്താ വേണ്ടേ? സൂര്യയെ നല്ലവനാക്കണം.
എന്നിട്ട് അവന്റെ കൂടെ സുഖമായിട്ട് ജീവിക്കണം. അതിനൊന്നും ഞങ്ങൾ എതിരല്ല. പക്ഷെ ഞങ്ങളുടെ സ്വസ്ഥത നശിപ്പിക്കാൻ പാടില്ല. എന്തായാലും ഞാൻ ഇതിൽ മധ്യസ്ഥനാവാൻ ഉദ്ദേശിക്കുന്നില്ല. പറയാനുള്ളത് നേരിട്ട് സൂര്യയോട് തന്നെ അങ്ങ് പറഞ്ഞേക്കും. പറയാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനെന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാവണം. ഭാര്യയും ഭർത്താവും കൂടി വഴക്കിട്ട് കൊല്ലാനാണ് തീരുമാനമെങ്കിൽ ഈ വീടിനകത്ത് അത് നടക്കില്ല. വീഴത് ഷാപ്പുകൾ തുറക്കുന്നല്ലോ. നീ അറിഞ്ഞോ എടി ഇന്ദ്രജ്, മേളമണത്തായിരം ഷാപ്പുകൾ തുറക്കുന്നല്ലോ. എന്താടാ സൂര്യ? ആ അതെ, ഈ വീട്ടില് ഞാൻ മദ്യപിക്കുന്നതിന്റെ പേരിലാണല്ലോ പ്രശ്നം. അളിയനെ ടെറസിൽ ഇരുന്ന് കുടിച്ചോണ്ടിരിക്കായിരുന്നു. ആ ഒന്നല്ല, കുറേ കുപ്പികളുണ്ടായിരുന്നു. അതെ, ഇത് എവിടെ നിന്നാ കിട്ടിയാളിയാ? അളിയ അപ്പോഴേക്കും മറന്ന എന്റെ സ്വീറ്റ് ഹാർട്ട് ഇന്ദ്രജ എനിക്ക് സർപ്രൈസ് ആയിട്ട് ബെഡിന്റെ അടി കൊണ്ടുവച്ചാലേ. ഞാനോ? വിജയ്, കള്ളം പറയരുത്. കള്ളൊന്നുമല്ല, ഞാൻ കണ്ടുപിടിച്ചടി കള്ളി. സംശയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ബെഡ്റൂമിൽ പോയിട്ട് ബെഡൊന്ന് പൊക്കി നോക്കണം. ചിമിട്ടന്മാരായ ഫോറിൻ കുപ്പികൾ ഇങ്ങനെ ഒന്നായിട്ട് നിരന്ന് കിടക്കുന്നത് കാണാം. അയ്യോ, ആന്റിയെ മൈൻഡ് ചെയ്തില്ല. അയ്യോ, നമസ്കാരം ആന്റി. നമസ്കാരം. ആന്റിയുടെ മോളുണ്ടല്ലോ, നല്ല ഒന്നാം തരം ചിമിട്ടുക. എന്റെ ഒരു ഫ്രണ്ടിനോട് പറഞ്ഞ് ഞാൻ വാങ്ങിച്ചതാ. വിജയ് അങ്ങനെ പുറത്തൊന്നും പോയി കുടിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് വേണമെങ്കിൽ മുറിയിരുന്ന് കുടിച്ചോട്ടെ എന്ന് വെച്ചു. മദ്യപിക്കുന്ന സൂര്യ കുഴപ്പക്കാരനാണ്. പക്ഷെ നിന്റെ ഭർത്താവ് കഴിക്കുന്നത് കുഴപ്പമില്ല അല്ലേ? ഇല്ലെങ്കിൽ നീ മേടിച്ചു കൊടുക്കും. അതെ, ഭർത്താവിനൊരു സർപ്രൈസ് കൊടുക്കാനല്ലേ വെച്ചാ. പക്ഷേ ഇതൊക്കെ ഗംഭീര ബ്രാൻഡുകളാ അല്ലേ? ആ ഇങ്ങോട്ടേ. ഓ ചേച്ചി, ഈ കുപ്പിക്ക് എത്ര വില?